സപ്പോസ് നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ഉണ്ട്. ആ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഓരോ വാല്യൂസിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഞാൻ നെയിംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ സൺഡേ ആൻഡ് മൺഡേ 2 സ്ട്രിങ് ആണുള്ളത്. ഇപ്പോൾ ഇതിൽ എനിക്ക് ഓരോ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ്, അതായത് പല രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് ഇറ്ററേറ്റ് ചെയ്ത് അതിലോട്ട് അതിനെ അപ്പർ കേസ് ആക്കാം. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ അപ്പർ കേസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ വരുന്ന വാല്യൂ അപ്പർ കേസ് ആക്കണം. സോ നെയിംസ് ഓഫ് 0 ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന വാല്യൂ. ഇപ്പം സൺഡേയിൽ എസ് ആയിരിക്കും ഫസ്റ്റ് പൊസിഷൻ. അതുപോലെ മൺഡേ വന്നു കഴിയുമ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിൽ മൺഡേ ആയിരിക്കും നെയിമിലുണ്ടാവുക. നെയിം ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എം ആയിരിക്കും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് അതാത് പൊസിഷനിൽ നമുക്ക് അതിനെ അപ്പർ കേസിലോട്ടാക്കാം. അതിനുശേഷം റിമൈനിങ് പാർട്ടുമായിട്ട് അതിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നെയിം എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ഒഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റ്സുമായിട്ട് അതിനെ ജോയിൻ ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനി ഒരു പുതിയ ലിസ്റ്റിലോട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന വാല്യൂ ന്യൂ ലിസ്റ്റിലോട്ട് നമ്മൾ അപ്പെൻഡ് ചെയ്യണം. സോ ന്യൂ ലിസ്റ്റ് ഡോട്ട് ഒന്നുകിൽ അപ്പെൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഇതിനെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ഈ കൺവേർട്ട് ചെയ്ത സ്ട്രിങ്ങിനെ. അതിനുശേഷം ന്യൂ ലിസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ബേസിക് മെത്തേഡ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇനി വൺ മോർ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിന് പകരം ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്യാം. സോ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ആവശ്യമില്ല. സോ ഞാനിവിടെ നെയിം ഇൻ നെയിംസ്, അല്ലെങ്കിൽ ഞാനിവിടെ വേറൊരു വേരിയബിൾ നെയിം കൊടുക്കാം. കുറച്ചും കൂടെ ഒരേപോലത്തെ പേരുകൾ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക, അതായത് ഇൻപുട്ടിൽ വരുന്ന അതേ ലിസ്റ്റ് തന്നെയായിരിക്കും. സോ ഇതിനെ കൺവേർട്ട് ചെയ്യണം, അതായത് ഓരോ പൊസിഷനിൽ വരുന്ന വാല്യൂസും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x0 ഓഫ് അപ്പർ പ്ലസ് എക്സ് ഓഫ് ഫസ്റ്റ് പൊസിഷൻ തൊട്ട് ബാക്കിയുള്ള വാല്യൂസ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന അപ്പർ കേസ് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി വൺ മോർ ലെവൽ, അതായത് ഇങ്ങനത്തെ ചെറിയ ഓപ്പറേഷൻസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ലിസ്റ്റ് കോംപ്രിഹെൻഷനിൽ ആ ലൈനിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ബട്ട് വലിയ ഓപ്പറേഷൻസ്, കൂടുതൽ ഓപ്പറേഷൻസ് വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേറൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യണം. അത് ഓരോ എലമെൻറ്റിനെയും എന്ത് ചെയ്യുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. സോ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുവാണ്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനൊരു വേരിയബിൾ ഇൻപുട്ടായിട്ട് ഒരു സിംഗിൾ വേരിയബിളാണുള്ളതെന്ന് വിചാരിക്കുക. സോ ഞാൻ റിട്ടേൺ ചെയ്യേണ്ടത് ഈ ഒരു എക്സാമ്പിളിൽ ആ ഇൻപുട്ടായിട്ട് വരുന്നതിൻ്റെ ആദ്യത്തെ ലെറ്റർ അതിനെ അപ്പർ കേസാക്കി, പിന്നെ റിമൈനിങ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തിട്ട് വരുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇത്രയും ആയാൽ ഫംഗ്ഷൻ ഡെഫിനിഷനേ ആവുന്നുള്ളൂ. ഇനി ആ ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ ലിസ്റ്റിലോട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എല്ലാ എലിമെൻറ്റ്സിലും ചെയ്യണം, അതായത് നെയിംസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്നുള്ള എല്ലാ എലിമെൻറ്റ്സിലും ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് എനിക്ക് മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ നെയിം ഓപ്പറേഷൻ, അതിനുശേഷം ഏത് ലിസ്റ്റിലാണോ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിസ്റ്റിൻ്റെ പേര്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഓപ്പറേഷൻ ചെയ്യും. സോ അതിനെ അഗെയിൻ ലിസ്റ്റിലോട്ട് ഒന്നുകൂടെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ സിംപ്ലി ലിസ്റ്റ് വിളിക്കുന്നു. സോ ഈ രീതിയിൽ ചെയ്താലും സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നമുക്ക് എന്തെങ്കിലും ഓരോ എലമെൻറ്റ്സിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല മെത്തേഡുണ്ട്. സിംപ്ലി ഫോർ ലൂപ്പ് ഐട്രേഷനും എംപ്റ്റി ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെറിയ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് വെച്ച് തന്നെ ചെയ്ത് നന്നായിരിക്കും. ഇനി കുറച്ചും കൂടെ വൺ ലൈനിൽ തീർക്കാൻ പറ്റുന്ന ഷോർട്ട് ഓപ്പറേഷൻസ് ആണെങ്കിൽ നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ചെയ്യാം.
കുറച്ചും കൂടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാപ്പ് ഫംഗ്ഷൻ ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിലും എന്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഫംഗ്ഷനായി ഡിഫൈൻ ചെയ്ത ശേഷം മാപ്പ് ഫംഗ്ഷൻ വിളിച്ച് ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റ്. സോ ഒരേ കാര്യത്തിന് പറ്റുന്ന ഡിഫറെൻറ്റ് വേസ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലം, അതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ കണ്ടത്.